ഹായ്, നമ്മളിന്ന് ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് പോകാം. നമ്മൾ മൈദപ്പൊടിയും കൊണ്ടാണ് ഈ ഐസ്ക്രീം തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ട. പിന്നെ ഞാൻ ഈ മൈദ അരിച്ചെടുത്തിട്ട് നമുക്കിത് കുറേശ്ശെ ഇതിനകത്തോട്ട് ചേർത്തിട്ട് കട്ടയില്ലാതെ കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. പാല് തണുത്ത പാലാണ്. അപ്പോൾ നല്ല മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കളർ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കളർ ഇട്ടാൽ മതി, അല്ലെങ്കിൽ കളർ ചേർക്കേണ്ട കാര്യമില്ല. ഞാൻ ഗ്രീൻ കളറാണ് ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. ഇനേബിൾ ചെയ്യുന്ന സമയം തന്നെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളേ. നമ്മൾ നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ വാനില ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നിങ്ങൾക്ക് ഇതിലേക്ക്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഇളക്കി കൊടുക്കണം, അടുത്തൊന്നും മാറരുത്. അപ്പോൾ അതാ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കുറുകി എടുക്കുക. നല്ലതായിട്ട് കുറുകി വരും. ആ ഒരു പരുവം ആകുമ്പോഴത്തേന് നമ്മളിത് എടുക്കണേ. അടിപൊളി ടേസ്റ്റിയാണ്, എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇവിടെ ഞാൻ നല്ല തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുമല്ല, അല്ലാതെ തന്നെ നമ്മൾ ഇതായതിന് ശേഷം ഒന്ന് തണുപ്പിച്ചെടുക്കണം. അതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. നമുക്ക് ഒന്ന് അടിച്ചെടുക്കണം. ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിവിടെ നല്ല ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്ക് നല്ല അടച്ചു വയ്ക്കാൻ പറ്റുന്ന കണ്ടെയ്നറിലോട്ട് മാറ്റാം. അതിലേക്ക് മാറ്റി നമുക്ക് ഫ്രീസറിനകത്തേക്ക് വെച്ചാൽ മതി. ഓവർനൈറ്റ് വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം ഇതെടുക്കാം. വീണ്ടും തണുത്തതിന് ശേഷം അടിച്ചെടുക്കേണ്ട കാര്യമില്ല. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എല്ലാവരും പെട്ടെന്ന് തന്നെ അറിയിക്കണം കേട്ടോ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. ഓക്കെ, ടാറ്റാ, ബൈ.